ഹായ് ഗായ്സ്. അപ്പോൾ എമ്പുരാൻ വിവാദമൊക്കെ വേറെ ലെവലിലേക്ക് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ആർ എസ് എസിൻ്റെ മുഖപത്ര ഓർഗനൈസറൊക്കെ പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും സിനിമയ്ക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടുള്ള ഇത് വെച്ചാൽ NIA സിമ്പൽ ഉപയോഗിച്ചു, അത് തെറ്റാണ്, അതിനെതിരെ കേസ് വരുന്നുണ്ട് എന്നിട്ടൊരു ന്യൂസിൽ കണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ക്രിസ്ത്യാനികളെ അപമാനിച്ചു എന്നിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ മനസ്സിലൊക്കെ വിഷമാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ വെറുതെ അല്ല കേരളത്തിൽ നിന്നും പച്ച പിടിക്കാത്തത്, ഇനി ഒട്ടും പച്ച പിടിക്കാനും പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ബി ഗോപാലകൃഷ്ണൻ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. മല്ലിക സുകുമാരൻ സ്വന്തം മരുമകളെ പറഞ്ഞ് മനസ്സിലാക്കണം, തരത്തിൽ പോയി കളിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അറബ് നക്സലൈറ്റ് ആണെന്ന് കൂടി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറയാൻ ഇയാൾ ആരാണ്? ഇയാൾക്ക് എന്താണ് അവകാശം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്? ചുമ്മാതല്ല കേരളത്തിലൊന്നും BJP ഒന്നും ഗതി പിടിക്കാത്തത്. ഇതേപോലുള്ള നേതാക്കളുള്ളതാണ് നിങ്ങളുടെ ശാപം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RSSനോട് ഒരു അനുകമ്പയുള്ള സാധാരണക്കാരായിട്ടുള്ള അവരുണ്ടാവും, അല്ലെങ്കിൽ BJPയോട് അനുകമ്പയുള്ള സാധാരണക്കാരായിട്ടുണ്ടാവും. അവർക്കിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ BJP എന്നുള്ളൊരു പാർട്ടി ഇതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് തെളിയിക്കുന്നതാണ് ഇവരുടെ പ്രതികരണങ്ങൾ. ഇപ്പോൾ സുരേന്ദ്രൻ വന്നിട്ട് എമ്പുരാനെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മൂപ്പരാണ് ചവിട്ടിത്താണ് പാതാളത്തിലെത്തിയതെന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. മൂപ്പരെ ഒക്കിയിട്ടില്ലേ ക്യാരക്ടറൊക്കെ ഇനിയിപ്പോൾ OTTയിലൊക്കെ വരുമ്പോൾ ഹിറ്റായിരിക്കും. ഇയാൾ ഇതൊക്കെ വെച്ചിട്ട് മൊത്തം മെമ്മയും കാര്യങ്ങളും വരാൻ പോകുന്നത് സുരാജിൻ്റെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ്. ഇയാൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് BJP, എന്താണ് നിങ്ങളുടെ നേതാക്കന്മാർ എന്നൊക്കെ ജനങ്ങൾക്കറിയാം. ഇനിയൊരു അവസരം കേരളത്തിൽ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നാട്ടിൽ ഇത് വെച്ചിട്ട് നിങ്ങളൊരു അവസരമായിട്ട് എടുത്തിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് ഈ കേരളത്തിലെ ഒരു ബുദ്ധിയുള്ള ഒരു 90% ആൾക്കാർക്ക് മനസ്സിലാവും. ബാക്കി 10% നിങ്ങളെ അന്ധമായിട്ട് വിശ്വസിക്കുന്നവരായിരിക്കും. ബാക്കി 10% നിങ്ങളെ സപ്പോർട്ട് ചെയ്താലോ എന്ന് മനസ്സിലുദ്ദേശിക്കുന്നവരായിരിക്കും. അവർ കൂടി മാറിക്കിട്ടും. പിന്നെ അന്ധമായിട്ടുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മോഹൻലാൽ ഫാൻസിൻ്റെ അടുക്കുന്ന നല്ല ഇത് കിട്ടിയിട്ടുള്ള ഒരാളുണ്ട്, മേജർ രവി. സിനിമ കണ്ടിട്ട് അടിപൊളി സിനിമയാണെന്ന് പറഞ്ഞതിന് ശേഷം ഇത് മാറ്റി പറഞ്ഞു. അതായത് പൃഥ്വിരാജിനെയും മുരളീഗോപിനെയും വർഗീയവാദിയാക്കി മാറ്റി മോഹൻലാലിനെ സേഫാക്കാൻ നോക്കിയ മേജർ രവിക്ക് ഇപ്പോൾ കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേജർ രവി അറിയാണ് വർഗീയവാദി എന്നൊക്കെ പറയാമെന്ന് പൃഥ്വിരാജിനെ. അപ്പോൾ ഇപ്പം മൂപ്പര പേര് ഓന്തി രവി എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നത് കാണുന്നുണ്ട്. അതായത് നിമിഷ നേരം കൊണ്ടാണ് തൻ്റെ നിലപാടൊക്കെ മാറ്റിയത്. പടം കണ്ടിട്ട് അടിപൊളി സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പറയാം മോഹൻലാൽ പ്രിവ്യൂ ഷോ കണ്ടില്ല. മോഹൻലാലിൻ്റെ പ്രിവ്യൂ ഷോ കാണിക്കുന്നത് ഇയാളാണോ? ഒരു സിനിമ ഫുള്ളായിട്ട് അഭിനയിച്ചിട്ട് അതിലെ കഥ എന്താണെന്ന് അറിയാത്തതാണോ മോഹൻലാൽ അഭിനയിക്കുന്നത്? വെറുതെ മോഹൻലാലിനെ പറയിപ്പിക്കുക എന്നല്ലാതെ വേറൊരു ഇതുമില്ല. ഇപ്പം മോഹൻലാലിനെതിരെ ഹേറ്റേഴ്സിന് ഒരു വടിയിട്ട് കൊടുക്കുന്ന പോലെയാണ് ഇയാൾക്ക് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ലാലേട്ട ഇവരെ പോലുള്ളവരുടെ വാക്കുകളൊന്നും കേൾക്കരുത്. ലാലേട്ടന് എന്താണ് ശരി തോന്നുന്ന കാര്യം അത് ചെയ്യുക. ഇവരെ പോലെയുള്ളവരെ വാക്ക് കേട്ട് കടന്നു കഴിഞ്ഞാൽ കുഴിച്ചാടുകയുള്ളൂ. കാരണം ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മല്ലിക സുകുമാരൻ പറയുന്നുണ്ടായിരുന്നു മോഹൻലാലിനെ വെച്ചിട്ട് അടുത്ത സിനിമ ചെയ്യാനാണ് പ്ലാന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം കൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതി. സത്യം മോഹൻലാൽ ഫാൻസിനെ അത്രയും അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇയാളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. ഇയാളൊക്കെ ആരാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നവർ ഇയാളൊക്കെ വാക്ക് കേട്ടിട്ട് മോഹൻലാൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. മോഹൻലാലിന് അദ്ദേഹത്തിൻ്റെ വില അദ്ദേഹത്തിന് അറിയില്ല. ആനയുടെ ശക്തി എന്താണെന്ന് ആനക്കറിയില്ല എന്ന് പറയുന്ന പോലെയാണ് മോഹൻലാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടി ഓപ്പോസിറ്റ് എന്ന് കഴിഞ്ഞാലും അതിനൊക്കെ തകർക്കാനുള്ള ശക്തി മോഹൻലാലിനുണ്ട്. അതിൻ്റെ ഫാൻ ബേസിനുണ്ട് മോഹൻലാലിൻ്റെ. ഇപ്പം തന്നെ എത്ര വിവാദം ഉണ്ടായിട്ട് ഈ പടം കോടിക്കണക്കിന് പൈസയാണ് വരുമാനമായിട്ട് നേടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്രയോ ആൾക്കാർ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന സമയത്തും ഇതിലൊന്നും വീഴാതെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നാഷണലൈസ്ഡ് വരെ ന്യൂസൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ബാധിക്കുന്നില്ല. ബുക്ക് മൈ ഷോയിലൊക്കെ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന തന്നെയാണ് നടക്കുന്നത്. ഇപ്പം മോഹൻലാൽ ബാക്കിയുള്ളവരെ വാക്ക് കേട്ടിട്ട് ഇത് വലിയ പ്രശ്നമാകുന്ന രീതിയിൽ ഈ പടത്തിനെ വെട്ടി മാറ്റാനും 17 സ്ഥലത്ത് കട്ട് ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എന്തെങ്കിലും അത്രയും ഹെയ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഡങ്കുണ്ടെങ്കിലും ഒക്കെ അവർക്കത് മ്യൂട്ട് ചെയ്യാം. ഇനിയിപ്പം എക്സാമ്പിൾ പേര് മാറ്റാം, ഓക്കെ, ഇപ്പോൾ അയാളുടെ പേര് മാറ്റിയാൽ തന്നെ പ്രശ്നമില്ല. പക്ഷേ എങ്കിൽ ബാക്കിയുള്ള സീനൊന്നും അങ്ങനെ കട്ട് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം.
മോഹൻലാലിനെ സ്നേഹിക്കുന്ന രീതിയിൽ ഈ പടം ഇതേ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം. ഇപ്പോൾ ഹേറ്റേഴ്സ്, ഇപ്പോൾ മമ്മൂട്ടി ഫാൻസൊക്കെ കരഞ്ഞ് വിളിക്കുന്നുണ്ട്, കാരണം പടം പൊട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പടത്തിൻ്റെ ഇപ്പം പുതിയ ഇത് വന്നിട്ടുണ്ട്, 175 കോടിക്ക് മേലെ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഹയസ്റ്റ് ഇന്ത്യൻ ഓപ്പണർ ആയിട്ടുണ്ട് ഈ കൊല്ലത്തെ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ റെക്കോർഡ്സും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. ഒരു സൈഡിൽ ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും മറ്റേ സൈഡിൽ പടം തകർത്ത് ഇവ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ലെവലിൽ തന്നെ പടം എത്തിയിട്ടുണ്ട്. ഇത്രയും കോടി മുടക്കി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഇപ്പോൾ ഇവർക്ക് മാറിയിട്ടുണ്ടാവും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ നാട്ടിൽ BJP-നെക്കാട്ടിയും വലുത് മോഹൻലാൽ തന്നെയാണ്. പിന്നെ വേറെ സൈഡിൽ ഇപ്പോൾ അതുപോലെ തന്നെ മമ്മൂട്ടി ഫാൻസിൻ്റെ അല്ലെങ്കിൽ ഇക്ക ഫാൻസിൻ്റെ കരച്ചിൽ കാണാൻ പറ്റും. പടം പൊട്ടി, അതായത് അങ്ങനെ പല രീതിയിലുള്ള അവരുടെ പ്രചരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ലോകം, അവരുടെ സന്തോഷം നടക്കട്ടെ അല്ലേ.